നമ്മളിത് കൊല്ലത്തെ പുളിമുട്ട് സിൽക്സിലാണ് വന്നിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം കളക്ഷൻ നമ്മളൊക്കെ സ്വപ്നം കട്ട് കണക്കുള്ളൂ എല്ലാ രീതിയിൽ ഗേൾസിൻ്റെ കല്യാണത്തിനാണെങ്കിലും അത്യാവശ്യം കളക്ഷനുള്ള ഒരു കടയാണ് ഗായ്സ് പുളിമുട്ടിൽ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, എനിക്ക് ഇതൊക്കെ ഇട്ട് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. നെക്സ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കാം. ഇപ്പോൾ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇവിടുന്ന് എടുത്തിട്ടുണ്ട് കുറേ 1-2 ഐറ്റംസ്. അതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ചേച്ചി എന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ എൻ്റെ ഏജ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ചേച്ചി എന്ന് പറയുന്നത് ഈ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് എന്നൊക്കെ പറയാം. ഭയങ്കര കംഫോർട്ടായിരുന്നു, നല്ല ഫണ്ണി വർഡായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഷേപ്പ് വെയർ മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു റിസൾട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കരുത്തിൽ പിടിക്കും എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇട്ട് അവളങ്ങനെ പിടിക്കുകയാണ്. സ്നേഹം കൊണ്ട് കരുത്തിൽ പിടിക്കുക. എനിക്ക് ഭയങ്കര സ്നേഹം കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല പാവമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു സംസാരിക്കുക. പിന്നെ നമ്മൾ സ്റ്റെയർ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ വെഡിങ് സാരി കളക്ഷൻസ്, ഗൗണ്, ലെഹങ്ക, വെഡിങ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ലേഡീസിൻ്റെ അത് എൻ്റെ പൊന്നളിയാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാം ഇട്ട് നോക്കി ഓ മൈ ഗോഡ് എനിക്ക് ഒരുപാട് ഇത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലായിരുന്നു. കാരണം സമയപരിധി ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് ഒന്നാമത് ടൈമില്ല, കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് ഒരുപാട് കടകൾ കയറി ഇറങ്ങാനുണ്ടായതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തു. നേരത്തെ കാണിച്ച ഡ്രസ്സൊക്കെ സത്യമായിട്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയപരിധി. എൻ്റെ കൂടെ വന്ന എൻ്റെ അനിയനാണ്, അവനെങ്ങനെ അറിയാമല്ലോ ഗേൾസിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ ബോയ്സിന് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. പിന്നെ വെഡിങ് ഗൗൺ കളക്ഷൻസ് 10 വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വർഷം എനിക്കറിയില്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി വരെ നമുക്ക് പോകേണ്ട, കൊല്ലത്തും ഇപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കൊച്ചി കുറച്ചുകൂടി എക്സ്പെൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് നമ്മൾ കൊച്ചിയിലാണ് പോയി നോക്കുക, ഭയങ്കര എക്സ്പെൻസ് ആയിട്ട് തോന്നി. ഞാൻ എൻ്റെ അനിയൻ്റെ അടുത്ത് വെച്ചാൽ ഇങ്ങനെ ഉണ്ട്, അവൾ പറഞ്ഞാൽ എല്ലാം സൂപ്പറായിട്ടുണ്ട്, അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് 2 പേർക്കും സമയപരിധി കൊണ്ട് ഒന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് വന്നു, നമ്മൾ ആഗ്രഹിച്ച കണക്ക് നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ പ്രതീക്ഷിക്കാത്തതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും എടുത്തിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ താഴെ ബില്ലടിക്കാൻ വന്നപ്പോൾ അതിലും വലിയ സർപ്രൈസ് ആയിരുന്നു. നമുക്ക് ഓൾറെഡി അറിയാം ഇവിടെ നല്ല മെറ്റീരിയൽ കിട്ടുമെന്ന്. അപ്പം ആ മെറ്റീരിയലൊക്കെ വെച്ച് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഡമ്മിക്കൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സാരി കണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടതാണ്. പിന്നെ മീറ്റർ തുണി ഇങ്ങനെ വെച്ച് വിൽക്കുന്നതാണ്. എനിക്ക് ഈ ഒരു സ്റ്റൈല് എനിക്ക് വേണം. തുണി നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണ് വയ്ക്കുന്നു. നിങ്ങൾ കമൻറ്റ് ഇടണേ. ബൈ.